ഹലോ മക്കളെ, അഖില ആണ്. അപ്പോൾ നമ്മുടെ EVSലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ ആയിരുന്നു വീടും കൂടും എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് പോലെ തന്നെ നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള കൂടുകളെ പറ്റി, അതായത് മറ്റ് ജീവികളുടെ കൂടുകളെ പറ്റിയും അതുപോലെ തന്നെ നമ്മുടെയൊക്കെ വീടുകളെ പറ്റിയൊക്കെ ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ ചുറ്റുപാട് നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ വീടുകളും കാണാൻ ഒരുപോലെയൊന്നും അല്ല അല്ലേ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വീട് നിർമ്മാണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ തുടങ്ങി വ്യത്യസ്തങ്ങളായിട്ടുള്ള വീടുകൾ നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ മേൽക്കൂര എടുത്ത് നോക്കുക. ഓടുമേഞ്ഞ വീടുണ്ടായിരിക്കാം, ഓലമേഞ്ഞ വീടുണ്ടായിരിക്കാം, കോൺക്രീറ്റ് കൊണ്ടുള്ള വീടുണ്ടായിരിക്കാം. ഇനി ഭിത്തിയുടെ കാര്യം നോക്കുകയാണെങ്കിലും ചെങ്കല്ല്, കരിങ്കല്ല് അല്ലേ, ഇഷ്ടിക, അതുപോലെ തന്നെ മരത്തിൻ്റെ അല്ലേ, വ്യത്യസ്തങ്ങളായിട്ടുള്ള മരങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വീടുകൾ, ഇതൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആലോചിക്കേണ്ടത്, ഇപ്പോൾ വീട് നിർമ്മാണത്തിന് നമുക്ക് കിട്ടുന്ന വസ്തുക്കൾ മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, വ്യത്യാസപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ആ പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ, കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള വീടുകൾ നിർമ്മിക്കാനുള്ള കാരണങ്ങളാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, നല്ല മഴയൊക്കെ കിട്ടുന്ന പ്രദേശങ്ങളിൽ, വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രദേശങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ പില്ലറിൻ്റെ മുകളിൽ അല്ലേ, തൂണുകളിലൊക്കെ ഉയർത്തിയിട്ടുള്ള വീടുകൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മഞ്ഞുകൊണ്ടുള്ള വീടിനെ അല്ലേ, സ്നോ ഹൗസിനെ നമ്മൾ ഇഗ്ലു എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ കാലാവസ്ഥയും ഈ പറഞ്ഞ പോലെ വ്യത്യസ്തമായിട്ടുള്ള വീടിന് കാരണമാണ് അല്ലേ. അതുപോലെ തന്നെ ഒരു വീടൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണ് അവിടെ താമസിക്കുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സാങ്കേതിക വിദ്യ നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് പുരോഗമിച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരിക്കാം നമ്മളൊരു വീട് നിർമ്മിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, നമ്മളെ ടൗൺ ഏരിയയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ഫ്ലാറ്റുകൾ കാണാറുണ്ട് അല്ലേ. അതായത് കുറേ കുടുംബങ്ങളാണ് ഒരേ സമയം എന്ത് ചെയ്യുന്നത്, ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ മക്കൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ചുറ്റുപാടുള്ള വീടുകളൊക്കെ നിങ്ങൾ നിരീക്ഷിച്ചിട്ട് ഈ തരത്തിൽ ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ കണ്ടിരിക്കുന്ന വീടുകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്ന് ഒന്ന് പട്ടികപ്പെടുത്തി നോക്കുക. നമുക്ക് ഇതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. വീണ്ടും കാണാടാ. ബൈ.